ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശാരിയും വന്ദനയും മനോഹറും കൂടി ഗോൾഡ് എടുക്കാൻ വേണ്ടി ജ്വല്ലറിയിലേക്ക് കയറുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ വന്ദന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇവനെ മുടിപ്പിച്ചിട്ട് തന്നെ പിന്നത്തെ കാര്യമുള്ളൂ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. ഒരു 15 പവൻ്റെ മാലെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മനോഹർ അവിടുത്തെ സെയിൽസ് ഓഫീസറോട്. അപ്പോൾ അങ്ങനെ ആ മാലൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ നല്ല വലിപ്പമുള്ള നല്ല കനമുള്ള മാല തന്നെ എടുക്കുകയാണ് വന്ദന. അങ്ങനെ അത് ഇത് എത്ര പവനുണ്ടെന്ന് നോക്കി എന്ന് പറയുമ്പോൾ ഒരു 18 പവൻ എന്ന് പറയുകയാണ്. അപ്പോൾ അയ്യോ അത് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ വന്ദന. അപ്പോൾ മോൾക്ക് ഇഷ്ടമായെങ്കിൽ അത് എടുത്തോ എന്ന് പറയാണ്. അപ്പോഴാണ് ഈ മാല എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കുഴപ്പമില്ല എന്നിങ്ങനെ വന്ദന മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോൾ വന്ദന എടുക്കുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കണം, ഇത് എന്തായാലും 20 പവനുണ്ടാവും, ഇത് തന്നെ എടുക്കാം, വേറെ ഇനി മാറ്റണ്ട എന്ന് മനസ്സിൽ ധരിച്ചിട്ട് അവൾ ആ മാല തന്നെ എടുക്കുകയാണ്. അങ്ങനെ അത് എടുത്തിട്ട് നമ്മുടെ മനോഹറിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. മനോഹർ ഇതിന് എത്ര പവനുണ്ടെന്ന് ചോദിക്കുമ്പോൾ 20 പവനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, അത്രയ്ക്കൊക്കെ വേണോ, കഴുത്തിലിടാനുള്ളതല്ലേ, അത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ കഴുത്ത് നീളോടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പവൻ്റെ താലിയുമാണ് നമ്മുടെ മനോഹർ എടുക്കുന്നത്. അപ്പോൾ 20 പവൻ്റെ മാലയും 2 പവൻ, അപ്പോൾ 22 പവൻ അപ്പം തന്നെ ആയി. അപ്പോൾ ശാരിക്ക് നല്ല ടെൻഷനുണ്ട്, ഇവൻ എവിടുന്ന് എത്ര അധികം പൈസ, ഇനിയിപ്പോൾ ഇവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ കൂട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിച്ചതാണോ, അല്ലെങ്കിൽ സരൈമോളെ പറ്റിച്ച് ഇവൻ പൈസ വാങ്ങിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശാരിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും നമ്മുടെ ശാരി അത് ജ്വല്ലറിയിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നേരെ രാഹുലിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് സരയുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോളോട്. അപ്പോൾ ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ശാരിയെ വഴക്ക് പറയുന്നുണ്ട് സരയു. അപ്പോൾ ഞാനൊരു കാര്യത്തിന് പോയതാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോളോട്, മനോഹർ മോളുടെ കയ്യിൽ നിന്ന് മോളുടെ ബാങ്കിലുള്ള പൈസയോ അല്ലെങ്കിൽ മോളുടെ സ്വർണ്ണമൊക്കെ അവന് അങ്ങനെ എടുത്തു കൊടുത്തിരുന്നോ, അങ്ങനെ പറയുന്നത് കേട്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ കൊടുത്തെങ്കിൽ ഇപ്പം അമ്മയ്ക്ക് എന്തേ, അങ്ങനെ കൊടുക്കുകയാണെങ്കിലും അദ്ദേഹം അത് മേടിക്കില്ല, ഞാൻ 100 വാക്ക് പറഞ്ഞത് അതൊക്കെ എടുത്തോളാം, പക്ഷെ അതൊന്നും വാങ്ങിച്ചിട്ടില്ല, ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ എന്ന് പറയാണ്. എന്തായാലും നമ്മുടെ മനോഹർ ഇവളറിയാതെ, അതായത് സരയു അറിയാതെ ലോക്കറിലുള്ള എല്ലാ സ്വർണ്ണവും അവൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിലെ പൈസയൊക്കെ അവൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതൊന്നും തന്നെ നമ്മുടെ സരയു മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ശാരി പറയുന്നുണ്ട്, അതെ അങ്ങനെ എങ്ങാനും അവൻ അത് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് മോള് ഖേദിക്കേണ്ടി വരുമെന്ന് പറയണം. എന്തിനു അങ്ങനെയൊക്കെ ചിന്തിക്കണം, അമ്മയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നേരെ ചെന്ന് രാഹുലിനോട് ഈ ഒരു കാര്യം പറയുകയാണ്. അവൻ എന്നെ ആൻറ്റിയാക്കി കൊണ്ടുപോയി അവനിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ മുന്നിൽ നിർത്തുകയും അതുപോലെ തന്നെ 22 പവനാണ് അവൻ സ്വർണ്ണമായിട്ട് അവൾക്ക് താലിയായിട്ട് എടുത്തിട്ടുള്ളത്. അവനക്ക് ഇത്രയധികം പണം എവിടുന്ന, നമ്മളുടെ മോളുടെ അക്കൗണ്ടിൽ ഒരു 2 കോടി രൂപയെങ്കിലും കാണും. പിന്നെ തന്നെയല്ല ഒരു 150 പവൻ്റെ സ്വർണം അവൾക്ക് നമ്മൾ കല്യാണത്തിന് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ലോക്കറിലാണ്, അതും കാണും. ഇതൊക്കെ അവൻ കൈക്കലാക്കിയോ എന്ന് ചോദിക്കുകയാണ് ഒരു സംശയത്തോടു കൂടി തന്നെ. അപ്പോൾ ഇല്ല, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അറിയില്ല എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്തിനു പറ്റും, നിങ്ങളിനി ഒരു കാര്യം ചെയ്യേ, അവനെ മോളുടെ ജീവിതത്തിൽ നടത്തി മാറ്റിയിട്ട് നിങ്ങളിനി ആരോടും ഒരു പകയ്ക്കും വൈരാഗ്യത്തിനും പോകണ്ട, ആ കിരണിനെ സ്നേഹിച്ച് അവൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് വാങ്ങിച്ച് ജീവിക്കാൻ നോക്കുക, അല്ലാതെ ഇനി പകയൊന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്നൊക്കെ ശാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് സരയുവിൻ്റെ സ്വത്തുക്കളൊക്കെ പൈസയൊക്കെ മനോഹർ കൊണ്ടുപോയി എന്നുള്ളത്. എന്തായാലും അതിനുള്ള തടയിടാനായിട്ട് 2 പേരും തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ അക്കൗണ്ടിലെ പൈസ മുഴുവനും മനോഹറിൻ്റെ അക്കൗണ്ടിലാക്കി എന്നുള്ള സത്യം സരയുവിനെ ധരിപ്പിക്കുകയും ചെയ്യാണ്. ലോക്കറിൽ ഒറ്റ സ്വർണം പോലും ഇല്ല എന്ന സത്യമൊക്കെ അവളെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.